പട്ടയം കിട്ടാത്ത ഒരു തുണ്ട് ഭൂമിയിലെ ഓലപ്പുരയിലാണ് ഞാനും കൂലിപ്പണിക്കാരിയായ അമ്മയും താമസിക്കുന്നത്. ആ പ്രദേശത്ത് വൈദ്യുതി വിളക്ക് തെളിയാത്ത ചുരുക്കം ചില കൂരകളിൽ ഞങ്ങളുടേതുമുണ്ട്. പറയാൻ മറന്നു, 23 വയസ്സുള്ള എൻ്റെ പേര് അരസൻ എന്നാണ്. ബന്ധങ്ങളിൽ പിന്നെ ആരുണ്ടെന്നത് ഓർത്താൽ വിവാഹത്തിലൂടെ കുടുംബത്തിൽ നിന്ന് ഭാഗികമായി വേർപിരിഞ്ഞു പോയ ഒരു അണ്ണനും ഓർമ്മയിൽ പോലും ഇടം നൽകാതെ അമ്മയെ ഉപേക്ഷിച്ചു പോയ അച്ഛനുമുണ്ട്. ക്ഷമിക്കണം, ഉണ്ടായിരുന്നു. കുടുംബ പശ്ചാത്തലം ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി കാര്യത്തിലേക്ക് വരാം. എൻ്റെ നാട്ടിലെ മുക്കാലോളം പേരും മുഴുകുടിയന്മാരാണ്. ഞാൻ മദ്യപിക്കുന്നത് 14-ാമത്തെ പ്രായത്തിലും. കേട്ട് ഞെട്ടുകയൊന്നും വേണ്ട, 8-ാമത്തെ വയസ്സിൽ മദ്യത്തിൻ്റെ ഹരിശ്രീ എഴുതിയ നാക്കുകളും ഈ ഗ്രാമത്തിലുണ്ട്. മൂക്കറ്റം കുടിച്ച് കണ്ണിൽ കാണുന്നതൊക്കെ മോഷ്ടിച്ചും എലിയെ പിടിച്ച് ചുട്ടുതിന്നും കൗമാരമൊരു തെരുവോര കാർണിവൽ പോലെയായിരുന്നു ഞാൻ ആഘോഷിച്ചത്. അപ്പോഴൊക്കെയും അച്ഛനും അണ്ണനും അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന സങ്കടം എൻ്റെ തലയിലുണ്ടായിരുന്നു. ഉണർന്നാൽ പിന്നെ ചള്ള് കരളിൽ മദ്യം തൊടുന്നത് വരെ എനിക്ക് കുടിക്കണമായിരുന്നു. ആ ഇടക്കാണ് എൻ്റെ അണ്ണൻ്റെ കൂട്ടുകാരനായ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ഞാൻ ഒരാളെ കാണുന്നത്. മെലിഞ്ഞ ശരീരവും നീണ്ട മുടിയും ചുരുണ്ട താടിയുമൊക്കെയുള്ള മനുഷ്യൻ. ഒരേ നേരം ക്രൂരനും സാധുവുമെന്ന് തോന്നിപ്പിക്കുന്ന മുഖം. അയാളുടെ പേരോ ഊരോ ജോലിയോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ നോട്ടം മുഴുവൻ ഓട്ടോയുടെ മുൻവശത്തെ സീറ്റിനടിയിലെ 2 മദ്യക്കുപ്പികളിലായിരുന്നു. എത്ര കുടിച്ചാലും നിറയാത്ത വയറാണ് എൻ്റെ ഓട്ടോ അണ്ണന്. ആരെന്ത് പറഞ്ഞാലും മുഴുവനായി ഞാൻ കേൾക്കാറില്ല. പകരം കാതിൽ വീണതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കെടുത്ത് തോന്നുന്നത് തിരിച്ചു പറയും. പറയുന്നതിൽ ഒരു തേങ്ങയുമില്ലെന്ന് മനസ്സിലാക്കുന്നവർ കണക്കിന് തെറിയൊക്കെ തന്നാണ് ഇടമൊഴിയാറുള്ളത്. അല്ലെങ്കിലും പരിപ്പെന്ന് പറഞ്ഞാൽ പായസമെന്ന് കേട്ട് സ്വബോധമില്ലാതെ ചുറ്റുന്ന എൻ്റെ നാവിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലാകാനാണല്ലേ. മേൽപ്പറഞ്ഞ ഓട്ടോക്കാരനായ അണ്ണൻ്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാത്ത തെറിയൊന്നും ഈ ഭൂമി തമിഴാളത്തിലില്ല. എന്നാലും എന്നോട് അണ്ണന് സ്നേഹമാണ്. ഇടയ്ക്കൊക്കെ മദ്യവും പൊറോട്ടയും ബീഫ് ചില്ലിയും ഒക്കെ വാങ്ങിത്തരാറുണ്ട്. മുൻപരിചയമില്ലെങ്കിലും ആൾക്കാരോട് അങ്ങോട്ട് കയറി സംസാരിച്ച് കൂട്ടുകൂടാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ അന്ന് ഞാനും അവരുടെ കൂടെ കൂടി. എനിക്കുറപ്പാണ്, അണ്ണനുണ്ടെങ്കിൽ മദ്യവും കാണും. അതെൻ്റെ കണ്ണുകൾ സീറ്റിനടിയിൽ ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു. പലരിലും എന്ന പോലെ എനിക്കും എന്നും മദ്യപിക്കണമായിരുന്നു. ഉറങ്ങാൻ കിടക്കുന്ന എൻ്റെ തലയിൽ പിറ്റേന്നുണരുമ്പോൾ കുടിക്കാൻ ഇത്തിരിയെങ്കിലും മദ്യം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് മാത്രമായിരിക്കും. ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഉറങ്ങും, ഇല്ലെങ്കിൽ നിരാശയോടെ. അങ്ങനെ അവരുടെ കൂടെ കൂടിയ ഞാൻ അന്ന് എത്തിപ്പെട്ടത് അപരിചിതനായ ആ മെലിഞ്ഞ മനുഷ്യൻ്റെ വീട്ടിലായിരുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു 3 മുറി കെട്ടിടം. അയാൾ അവിടെ തനിച്ച് താമസിക്കുന്നു. കൊള്ളാം. അന്തരീക്ഷമൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സ്വയം പാചകം ചെയ്ത് കഴിക്കുന്ന അയാളോട് സഹായത്തിന് വേണമെങ്കിൽ ഇവനെ നിർത്തിക്കോളൂവെന്ന് അണ്ണൻ എന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾ നോക്കാമെന്നും മൊഴിഞ്ഞു. അന്ന് മുഴുവൻ കുടിച്ച് ലക്ക് കെട്ട ഞാൻ എൻ്റെ പഴംപുരാണമൊക്കെ അയാളോട് പറയുകയായിരുന്നു. അല്ലെങ്കിലും എല്ലാം മറക്കാനെന്നും പറഞ്ഞു കുടിക്കുകയും ഓർമ്മയിലെ വേദനകൾ മാത്രം പുലമ്പിയും സ്വസ്ഥത കളയാൻ മദ്യപാനികൾ പരമാവധി ശ്രമിക്കാറുണ്ടല്ലോ. എനിക്ക് കൂടുതൽ സങ്കടമായത് എന്താണെന്ന് വെച്ചാൽ, കേട്ടിരുന്ന അയാൾ എല്ലാം ഒരു തമാശ പോലെ തള്ളിക്കളഞ്ഞപ്പോളായിരുന്നു. മക്കളെയും ഭാര്യയെയും തനിച്ചാക്കി തടിതപ്പിയ അച്ഛനെ ഉള്ളിൽ ശപിച്ചുകൊണ്ട് ഞാൻ തലകുനിച്ചിരുന്നു. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് മറ്റൊരു കുടുംബം രൂപീകരിക്കാൻ പോയ എൻ്റെ മൂത്ത ചോരയോടുള്ള അമർഷത്തോടെ പല്ലുകൾ പരസ്പരം കടിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ എല്ലാ കാരണവും അവരാണെന്ന് ഓർത്തപ്പോഴാണ് തല കുടഞ്ഞത്. ശേഷം ഒന്നുകൂടി ഒഴിച്ചു കുടിച്ചു. തുടർന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി മറ്റെന്തൊക്കെയോ പറയാൻ തുനിഞ്ഞു. അപ്പോഴേക്കും നാക്കുകുഴഞ്ഞു ബോധം മറഞ്ഞിരുന്നു. ശേഷം ഇരുന്നയിടത്ത് തന്നെ ഞാൻ ചെരിഞ്ഞു വീഴുകയായിരുന്നു. ഉണർന്നത് പാതിരാത്രിയിലാണ്. ഒപ്പം കൂടിയ ഓട്ടോ അണ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ മെലിഞ്ഞ മനുഷ്യൻ അയാളുടെ ചാരുകസേരയിൽ ജനാലയുടെ അടികളിലൂടെ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇരുന്നയിടത്ത് നിന്ന് ബോധം മറഞ്ഞതിൻ്റെ ചമ്മലോടെയാണ് അയാളുടെ അടുത്തേക്ക് ഞാൻ പോയത്. അടുത്തേക്കെത്തിയപ്പോൾ ആ മനുഷ്യനെ എന്തു വിളിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു.
എന്നെ കണ്ടപാടെ നിന്റെ അമ്മ മരിച്ചുപോയെന്ന് അയാൾ ഒരു ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് അമ്മ എന്ന ആ ശബ്ദം എൻ്റെ കാതുകളുടെ ഉള്ളിലേക്ക് വീണത്. അമ്മ മരിച്ചുപോയെന്നോ? എനിക്ക് വിശ്വസിക്കാനായില്ല. നീ എന്തിനാണ് അതിന് വെപ്രാളപ്പെടുന്നത്? എൻ്റെ പരവേശം കണ്ടിട്ടാകണം അയാൾ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടപ്പോൾ തലയാകെ പെരുത്തു. സ്വന്തം അമ്മ മരിച്ചെന്ന് കേട്ടാൽ പിന്നെ മകൻ വെപ്രാളപ്പെടാതെ പൊട്ടിച്ചിരിക്കുമോ എന്നൊക്കെ എനിക്ക് അയാളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ സാധിച്ചില്ല. പുറത്തേക്ക് എത്ര നീട്ടി നോക്കിയിട്ടും ഇരുട്ടല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പോകണമെന്ന് പറഞ്ഞ് ഞാൻ അയാളോട് കെഞ്ചി. അയാളത് കേൾക്കാത്ത ഭാവത്തിൽ അകത്തേക്ക് കയറിപ്പോയി. എന്തൊരു ക്രൂരനാണ് ആ മനുഷ്യൻ എന്നറിഞ്ഞപ്പോൾ അയാളെയും പ്രാഗി ഞാൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇരുട്ടുമുറിച്ച് ഓടിയതിൻ്റെ കിതപ്പോടെയാണ് അന്ന് ഞാൻ കൂരയിലെത്തിയത്. ആ വേഗത്തെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വെപ്രാളമാണ്. ഒരു മരണം സംഭവിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും കാണിക്കാത്ത വീട്ടിൻ്റെ പലക കൊണ്ടുണ്ടാക്കിയ കതകിൽ ഞാൻ തുരുതുരാന്ന് മുട്ടി. അപ്പോഴൊരു സ്വപ്നം പോലെയായിരുന്നു എൻ്റെ അമ്മ കതക് തുറന്നത്. ശേഷം എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് മുട്ടിപ്പൊളിക്കാതെടാ എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശബ്ദം പുറത്തു വരാതെ ഞാൻ ചിരിക്കുകയായിരുന്നു. കുടിക്കാൻ കിട്ടുന്ന ഇടത്ത് തന്നെ കിടക്കുന്ന നിനക്കൊക്കെ താനില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ മുടി കെട്ടുകയും വല്ലതും കഴിച്ചോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടു. അമ്മ കഴിച്ചോ എന്നോ കഴിച്ചിട്ടുണ്ടാകുമെന്നോ ഇതുവരെ ഞാൻ ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കിതപ്പ് കണ്ടിട്ടാകണം നിന്നെ വല്ല പട്ടിയും കടിക്കാൻ ഓടിച്ചോ എന്ന ചോദ്യത്തോടെ അമ്മ 3-4 പപ്പടം ചുട്ടത്. 2 മൊന്ത കഞ്ഞിയിൽ ചുട്ട പപ്പടവും 2 പച്ചമുളകും ഇട്ട് തന്ന് അമ്മ പോയി വീണ്ടും കിടന്നു. ഞാൻ അതെല്ലാം ധൃതിയിൽ കഴിച്ചു തീർത്തു. തുടർന്ന് അമ്മയുടെ ഓരോരം ചേർന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴും ആ മെലിഞ്ഞ മനുഷ്യനെ തന്നെയാണ് ഞാൻ ഓർത്തത്. എൻ്റെ അമ്മ മരിച്ചുപോയെന്ന് എന്തിനായിരിക്കും അയാൾ എന്നോട് പറഞ്ഞത്? മറ്റൊന്നിനുമായിരിക്കില്ല. മരിക്കുന്നത് വരെ നമ്മളോട് ഒട്ടി നിൽക്കുന്ന ചിലരെയൊന്നും നമ്മൾ കാണാറേയില്ല എന്ന് അയാൾ എന്നോട് പറയാതെ പറഞ്ഞതായിരുന്നു. അമ്മയെ ഉപേക്ഷിച്ച് അച്ഛൻ പോയ കാര്യം പറഞ്ഞ് കരഞ്ഞപ്പോൾ എന്തിനായിരിക്കും അയാൾ ചിരിച്ചു തള്ളിയത്? മറ്റൊന്നിനുമായിരിക്കില്ല. നീയും നിൻ്റെ അമ്മയോട് അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾ എന്നോട് പറയാതെ പറഞ്ഞതായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നത് പോലെയൊക്കെ ആ നേരം എനിക്ക് തോന്നിപ്പോയി. തിരി താഴ്ത്തി വെച്ച ചിമ്മിണി വിളക്കിൻ്റെ തെളിച്ചം അല്പം ഉയർത്തിയപ്പോൾ അമ്മയുടെ കുഴിഞ്ഞ കൺതടമുള്ള ആ മുഖത്തേക്ക് വെട്ടം വീണു. ഞാൻ ചിമ്മാതെ ശ്രദ്ധിച്ചു. സത്യം പറഞ്ഞാൽ അന്നാണ് അമ്മയുടെ മുഖം അത്രയും വ്യക്തമായി ഞാൻ കാണുന്നത്. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.